പി എസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാവർക്കും അറിയാലോ. ഇതുമായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ, നമുക്ക് എവിടെന്നെങ്കിലും നമ്മൾ കടകളിലൊക്കെ ഇങ്ങനെ വിദേശ ഇനം പഴങ്ങളും നല്ല ഇനം പുതിയ പുതിയ ഐറ്റംസ് പഴങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ആകാംക്ഷയോട് കൂടി വലിയ വില കൊടുത്ത് നമ്മളത് വാങ്ങിക്കൊണ്ട് എന്നിട്ട് നമ്മൾ എന്താക്കും, അത് കഴിക്കും. പക്ഷെ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന സാധനം ചുരുങ്ങിയത് അതിൻ്റെ ഒരു കുരുവോ അതല്ലെങ്കിൽ ഇതുപോലത്തെ ഇതിൻ്റെ തണ്ടോ എവിടെന്നെങ്കിലും ശേഖരിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന് നട്ടു കൊടുത്താൽ ആ സാധനം അതിൽ നിന്ന് വളരും. ഒരുപക്ഷെ വളർന്നാൽ നമുക്കെന്തായി, നല്ല സന്തോഷമായി. വളർന്നിട്ടില്ലേ പോട്ടെ, ജസ്റ്റ് നമ്മളൊന്ന് കുഴിച്ചിട്ട് ഞാൻ അതേപോലെ ഒന്ന് പരീക്ഷിച്ചത്. എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇത്ര വലുപ്പമുള്ളൊരു കഷ്ണം തന്നു. ആ സാധനം ഞാൻ ഇവിടെ കൊണ്ടു നട്ടു. ഇപ്പം എനിക്കൊരു 3-4 വർഷം നിന്നുമ്പോൾ പഴം കിട്ടി. ഇത് ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പേ ഞാൻ അതിൽ പൂക്കളിട്ടപ്പോൾ ഒരു രസത്തിന് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്ത് വെച്ചതാണ്. അന്നിതിൽ ഒരു 7 പൂക്കളാണ് ഇട്ടുള്ളത്. പൂക്കളൊക്കെ കുറവാണ്, കായകളൊക്കെ കുറവാണ്. കാരണം അത്രയും ഞാൻ വളവും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല. കൊണ്ട് നട്ടു എന്നല്ലാതെ അതിന് വേണ്ട അത്യാവശ്യം പരിചരണങ്ങളൊക്കെ നടത്തും. വെള്ളം നനച്ചു കൊടുക്കുക, മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നല്ലാതെ കാര്യമായിട്ട് വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം അതിൻ്റെതായ ഒരു കുറവ് അതിൻ്റെ മുകളിലുണ്ട്. അത് അങ്ങനെ ഒരു വിൽപ്പനക്ക് വേണ്ടി ചെയ്തൊന്നല്ലല്ലോ. അതേ സമയത്ത് തന്നെ നമുക്കിതാ ഈ ഒരു മാംഗോസ്റ്റിൻ്റെ കായയും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഏതായാലും അതിൻ്റെ മുകളിൽ 7 പൂക്കളാണ് അന്ന് ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുള്ളത്. 7 പൂക്കളിൽ നിന്ന് 5 എണ്ണം നമ്മുടെ കുരങ്ങന്മാർ ശരിയാക്കി. ബാക്കി 3 എണ്ണം നമുക്ക് അവിടെ പിടിച്ച് 3 എണ്ണം പിന്നെ ഒരു കവറൊക്കെ കിട്ടി. അങ്ങനെ സംരക്ഷിച്ച് കവറും പിന്നെ വലയൊക്കെ കെട്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു 3 എണ്ണം നമുക്ക് അവിടെ ബാലൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. കുരങ്ങന്മാരെന്ന് പറഞ്ഞാൽ വലിയ ശല്യം തന്നെയാണ്. വലിയാത്തൊരു സങ്കടം അത് വേറെ. നമ്മൾ എങ്ങനെയൊക്കെ കൊണ്ടുവന്നാലും അവർ അത് നശിപ്പിച്ച് പോവുകയാണ് ചെയ്യുക. ഏതായാലും ഒരു 3 കായ നമുക്ക് അതിൻ്റെ മുകളിൽ പറിക്കാൻ കഴിഞ്ഞു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട്. എനിക്ക് തോന്നുന്നത് 3 കൂടി ഒരു 1 കിലോ തൂക്കുണ്ടാവുന്നതാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ കട്ട് ചെയ്തിട്ടതാ ഇവിടെ ഇങ്ങനെ തൈകൾ വെച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി. ഇതൊക്കെ ഒന്ന് മാറ്റി നല്ലത് എടുത്തിട്ട് വേറെ സെറ്റ് ചെയ്യണം. ഇതേപോലത്തെ ടിന്നിലേക്ക് നട്ടാൽ നമുക്ക് ഇഷ്ടംപോലെ പഴങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ ഞാനിത് ഇവിടുന്ന് അതിൻ്റെ കഷ്ണങ്ങൾ തിരിച്ചിട്ട് പിന്നെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകേണ്ടവർക്ക് കൊണ്ടുപോകാം. നിങ്ങളെ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഉണ്ടാവുകയാണെങ്കിൽ സന്തോഷിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള പഴത്തിൻ്റെ ചെടികളൊക്കെ കൊണ്ടുപോയി നടുക. കുരു ഒക്കെ കൊണ്ടുപോയിട്ട് നമ്മളെന്തെങ്കിലും പഴങ്ങൾ കഴിച്ചാൽ അതിൻ്റെ കുരു കൊണ്ടുപോയി നടുക. ഇതുപോലെയുള്ള ചെടികൾ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വീട്ടിൽ നമ്മളെ ഇനിയിപ്പോൾ വീട് മാത്രമേ ഉള്ളൂ, കുറേ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ ചെറിയ ഡ്രമ്മോ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് അതിൽ നടാം. പിന്നെ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനുള്ള പഴം നമുക്കതിൽ നിന്ന് ഉണ്ടാക്കാം. അടുത്തൊരു വീഡിയോ നമ്മൾ അക്വാപോണിക്സ് സിസ്റ്റം നമ്മളിവിടെ നിലവിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിപുലമായ ഒരു വീഡിയോ നമുക്ക് സ്റ്റാർട്ടിങ് അല്ല, അതിൽ മീനുണ്ട്, വർക്കിംഗ് അല്ല. നമുക്കൊന്നും കൂടി വിപുലമാക്കേണ്ടത് മഴയൊക്കെ കഴിഞ്ഞാൽ ചെയ്യാമെന്ന് വെച്ചാൽ. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.